നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മോർണിംഗ് സ്കിൻ കെയർ ആണ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇതിന് മുന്നേയും മോർണിംഗ് സ്കിൻ കെയറിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോർണിംഗ് സ്കിൻ കെയറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. നിങ്ങൾ എന്താണെങ്കിലും ഒരു 7 ഡേയ്സ് ഈ ഒരു മോർണിംഗ് സ്കിൻ കെയർ ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ടാണ്. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. അപ്പോൾ സ്കിൻ കെയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓയിൽ മസാജിങ് ആണ്. അപ്പം ഞാൻ ഡെയിലി ഒരു ഓയിൽ മസാജിങ് കൊടുക്കാറുണ്ട്. നമ്മൾ ഓയിൽ മസാജിങ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു സ്കിൻ കെയറിലും ഓയിൽ മസാജിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ഒരു 3 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം ഞാൻ ഓയിൽ മസാജിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ഓയിലാണ്. ഇത് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പം ഞാൻ ഇത് തീരാറായി കേട്ടോ. അപ്പോൾ ഒരു ഇത്രയും നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് റബ് ചെയ്യുക. എന്നിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങളൊരു 30 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ വീഴും. ആ ഒരു ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഓയിൽ മസാജിങ് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഓയിൽ മസാജിങ് കഴിഞ്ഞു. നമുക്കിനി ഒരു അരമണിക്കൂർ വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അരമണിക്കൂറിന് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞാൻ അരമണിക്കൂറൊക്കെ ആയി. ഇനി നമ്മളൊരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ്. നമുക്ക് ഈ ഒരു കടലമാവ് മാത്രം മതി നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൈരാണ്. അപ്പം ഞാൻ തൈര് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ 1 സ്പൂൺ തൈരാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. കടലമാവ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു കടലമാവ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടലമാവ് മാത്രം മതി നമുക്ക് ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഇതുപോലെ പാക്കായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു 10 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതെ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ട് പോവുകയാണ്. തുടച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം റൈസ് സെറാമൈഡിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. എൻ്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആണ് കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്.
അപ്പം ഞാൻ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.